ഇടുക്കിയിലെ ഇടതുമുന്നണി നേതാക്കന്മാർക്കെതിരെ ഒളിയമ്പുമായി സിപിഐ നേതാവ് കെ ശിവരാമൻ. പല നേതാക്കളും പകലോപ്പന്മാരാണെന്ന് കെ ശിവരാമൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ. ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ ജയിലിൽ കഴിയുന്നവരെ തള്ളിപ്പറയാറോ നടപടിയെടുക്കാനോ തയ്യാറാവാത്തത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തിയെന്നും കെ ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയിൻ, ഇന്നലെ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി സംസാരിച്ച സമയത്തും മുഖ്യമന്ത്രിയുടെ കുറിപ്പിലും ഒന്നും ശബരിമല സ്വർണ്ണപ്പാളി അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പരാമർശിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും കുറ്റാരോപിതൻ തന്നെയാണ് പത്മകുമാർ. പക്ഷേ ചിലയിടങ്ങളിൽ ചില നേതാക്കൾക്കെങ്കിലും എന്താണ് വസ്തുത എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങിയോ? തീർച്ചയായിട്ടും കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് കെ ശിവരാമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം CPIയുടെ മുൻ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. കഴിഞ്ഞ ടൈമിലാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. അദ്ദേഹമാണ് ഫേസ്ബുക്കിലൂടെ ജില്ലയിലെ CPI നേതാക്കൾക്ക് അടക്കം എതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പകലൊന്ന് പ്രവർത്തിക്കുകയും രാത്രി മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്നവരാണ് ഇടുക്കിയിലെ പല നേതാക്കളും എന്നുള്ളതാണ്. ക്വാറി, മണൽ, മണ്ണ് മാഫിയയുടെ ഒറ്റ തോഴന്മാരാണ് പല നേതാക്കളും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്തരമൊരു ആക്ഷേപം ഉയർന്നത് CPIയുടെയും CPMന്റെയും ജില്ലാ സെക്രട്ടറിമാർക്കെതിരെയാണ്. മറ്റൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ജനത്തിൻ്റെ യജമാനന്മാരാണ് തങ്ങൾ എന്നാണ് ചില നേതാക്കൾ കരുതുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം MM മണി നടത്തിയ പ്രസ്താവന അത് അത്തരത്തിലൊന്നായിരുന്നു. അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ കെ ശിവരാമൻ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തു നിന്ന് ഒരു നേതാവ് ആദ്യമായി സ്വർണ്ണപ്പാളി വിവാദം ജനങ്ങൾ മുഖവിലക്കെടുത്തു. അതിൽ കൃത്യമായ നടപടി CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന ഒരു നിലപാട് പരസ്യമായി പറയുന്നതും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം. എന്തായാലും സംഘടനാ തലത്തിലടക്കം വലിയ വീഴ്ചകൾ ഉണ്ടായി. അതാണ് ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം എന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് കെ ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.